എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് കൺസർവേറ്ററാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാനൊരു ഏകദേശം 10 വർഷം മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ വീട് വയ്ക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി വാങ്ങിയൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലം എടുത്തു പിന്നെ അത് പീടിപൊടി ആരംഭിക്കാനായിട്ട്. അതിനിടയ്ക്ക് എനിക്ക് പാലക്കാടേക്ക് ട്രാൻസ്ഫർ ആയി. 2019 പാലക്കാടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഒരു 21-22 തിരിച്ചു വരാനുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും വീട് വയ്ക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ പാലക്കാട് സർവീസ് കുറച്ച് നീണ്ടുപോയി. 24 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് പാലക്കാട് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ കൺസ്ട്രക്ഷന് വേണ്ടി ശ്രമം ആരംഭിച്ചത്. അപ്പോൾ പാലക്കാട് തിരിച്ച് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം ഹോം ടൗണിലേക്ക് വരുമ്പോഴത്തേക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള പല കൺസൾട്ടൻസികളെ സമീപിച്ചു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പ്ലോട്ടിൻ്റെ ഒരു അപ്രോച്ചും അതിൻ്റെ ഒരു ലേഔട്ടൊക്കെ നോക്കിയിട്ട് പലരും പല പ്ലാനുകളും തന്നു. പക്ഷെ അത് ഒന്നും തന്നെ ചിലതൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, എങ്കിലും നമുക്കൊരു അത്രയൊരു കംഫർട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ആണ് ഡി ആർ ടെക്കിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ കമ്പനി MD-യുമായി ബന്ധപ്പെട്ട് MD എനിക്ക് നേരത്തെ പരിചയം ഉള്ള ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും അങ്ങനെ ഞങ്ങൾ കാഷ്വലായിട്ട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യുകയും അപ്പോൾ അടുത്ത ദിവസം തന്നെ പുള്ളി MD ക്രിസ്താസ് എൻ്റെ വീട്ടിലെത്തി. നമ്മൾ നല്ല സൗഹൃദപരമായ ഒരു ചർച്ചയിലൂടെ അപ്പം ബെറ്റർ പ്ലാനുമായിട്ട് അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുകയും ചെയ്തു. അപ്പം തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ആർക്കിടെക്ട് ടീമുമായിട്ട് അദ്ദേഹം സൈറ്റ് വന്ന് സന്ദർശിച്ചു. ഞാനിവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. അദ്ദേഹം സൈറ്റ് സന്ദർശിച്ചു. സൈറ്റിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് നല്ലൊരു പ്ലാൻ തയ്യാറാക്കി തന്നു. അപ്പോൾ അത് അവിടുന്ന് റിയാടെക്കിൻ്റെ തന്ന പ്ലാൻ ഏകദേശം ഞാൻ നേരത്തെ പല പ്ലാനുകൾ വരച്ചിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാനിൻ്റെ അതേ ഒരു 90% ബന്ധമുള്ള അതേ രീതിയിലുള്ള ഒരു പ്ലാൻ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സൈറ്റ് ലാൻഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ പ്ലാനുമായിട്ട് അവർ അതുമായി മുന്നോട്ട് പോയി. ചെറിയ ചെറിയ കറക്ഷൻസ് നമ്മൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് മോഡിഫൈ ചെയ്തെടുത്ത് പിന്നെ ഇതിൻ്റെ ബാക്കി പ്രിലിമിനറി പേപ്പർ വർക്ക്സ്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന ലാൻഡ് ടാക്സ് ക്ലിയർ ചെയ്യുന്ന തൊട്ടുള്ള എല്ലാ പേപ്പർ വർക്ക്സുകളും നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അതെല്ലാം എടുക്കുകയും നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും ക്ലിയർ ആക്കിയിട്ട് തന്നെയാണ് റിയാടെക് നമുക്ക് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ സംഭാഷണം തുടങ്ങിയിട്ടൊരു 3-4 മാസത്തിനുള്ളിലെ പണി തുടങ്ങാൻ ആരംഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ വിതിൻ 3-4 വീക്സ് നമുക്ക് കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആദ്യമേ പ്രസന്റ് ചെയ്തു കമ്പനിയിൽ. അതോടൊപ്പം തന്നെ നമുക്ക് ലോൺ കണ്ടെത്താനുള്ള മെത്തേഡ്സും അതുപോലെ ബാങ്കുമായിട്ടുള്ള ലൈസൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധിച്ചു. അത് കാരണം പെട്ടെന്ന് നമുക്ക് പണി തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ റിയാടെക്കിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് ആർക്കിടെക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിൻ്റെ സർവീസ് ആദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് നോക്കിയിട്ട് അതിന് വേണ്ട കറക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കറക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെയുള്ള ശ്രമം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പറഞ്ഞ സമയം നമുക്ക് പീരീഡ് ഓഫ് 8 months 8 to 12 months ആണ് വിതിൻ ഇന്ത്യയിൽ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്ത് നമുക്ക് തരാനും പറ്റി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിൻ. അതായത് നമ്മൾ പറയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ ഒരു ഡീവിയേഷൻ എങ്ങും കണ്ടിട്ടില്ല. കൃത്യമായിട്ടും ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ശ്രമം എപ്പോഴും അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹൈലി അപ്രീഷിയേറ്റ് ആണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു പേയ്മെൻറ്റ് ഒരു ഫ്രീഡം, അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. എന്നാലും അവർ പറയുന്ന ഷെഡ്യൂൾ നമുക്ക് കൊടുക്കണമെങ്കിൽ അത്ര ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ മറ്റേതൊരു ഏജൻസിയെക്കാളും ഈ കമ്പനിയുമായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ സാധാരണ ഒരാൾക്ക് സാധിക്കുന്ന ലെവലിലുള്ള ഒരു മോഡൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ കറക്ഷൻസ് അന്നേരം കറക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, പിന്നെ നമ്മുടെ ഫിനിഷിങ്ങിൽ നമ്മൾ പറയുന്ന അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്തു തരാനുള്ള ഒരു മനസ്സ് ഉള്ള ടീം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയ റിയാടെക്കിൻ്റെ പ്ലസ് പോയിന്റ്സ്. ത്രൂ ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ ഏതെങ്കിലും 1 year ആയിട്ടുള്ള ഒരു ജേണിയാണ് റിയാടെക്കുമായിട്ട് ഉണ്ടായിരുന്നത്. അത് വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കുള്ള അനുഭവം. ഹലോ, എൻ്റെ പേര് അമേശ്വരി MS ആൻഡ് ഐ ആം സ്റ്റഡിയിങ് ക്ലാസ് 8C ഇൻ PMC കേന്ദ്രീയ വിദ്യാലയ പട്ടം. എനിക്ക് ഒരു ഡ്രീം ഹൗസ് പണിയുമ്പോൾ കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് എൻ്റെ ബെഡ്റൂം എങ്ങനെ വേണം, ഇങ്ങനെ ഡൈനിങ് ടേബിളിലുള്ള ഇങ്ങനെ ക്രോക്കറി ആയിട്ടുള്ള സംഭവംസും
വെക്കാൻ എങ്ങനെയാണ്, പിന്നെ ഓരോ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞ്, അവരാണെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ അടുത്ത് പറഞ്ഞ് അവരുടെ ഐഡിയയും നമ്മളുടെ ഐഡിയയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈൻ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെയും പറഞ്ഞവരെ വുഡൊക്കെ നല്ലോണം, കാർപ്പൻട്രി വർക്കൊക്കെ നല്ലോണം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾ ദിസ് വർക്ക്. താങ്ക്സ്. ഞാൻ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അപ്പം വീട് പണിയുക എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വന്നപ്പം ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു മുന്നിൽ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പാലക്കാട് വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു. അപ്പം നാട്ടിലില്ല, തിരുവനന്തപുരത്താണ് വീട് പണിയേണ്ടത്. അപ്പം ശരിക്കും അത് ഒത്തിരിയധികം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യും, ആരും നാട്ടിലില്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ DR Tech ഹോംസ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തു. പ്രത്യേകിച്ചും അതിൻ്റെ ഡയറക്ടർ ക്രിസ്തുദാസ് സാർ, പുള്ളി വളരെ നല്ലൊരു രീതിയിൽ തന്നെ പുള്ളിയുടെ ഒരു സ്വന്തം ഹൗസ് നിർമ്മിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് സൈറ്റിൽ നോക്കുകയും കാര്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പ്ലീസിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡേക്കും ഇല്ലാതെ ഒരു 15 months ഞങ്ങൾക്ക് ഇത് തുടങ്ങിയിട്ടുള്ള ആ ഒരു ടൈം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീട് പണിയുമ്പം ഒത്തിരി മുൻവിധികളോടുകൂടിയാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുന്നത്. ആകെ കുറേയധികം ടെൻഷനായിരിക്കും, എന്തായിരിക്കും, എങ്ങനെ എത്തിച്ചേരും, ആ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എങ്ങനെ എത്തിച്ചേരും എന്നൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓരോ ഇതിലും വന്ന അതിൻ്റെ ഓരോ ഘട്ടത്തിലും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന ആൾക്കാരെല്ലാവരും തന്നെ വളരെ നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ പറ്റുന്നവരായിരുന്നു. പിന്നെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളിലൊക്കെ ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും എല്ലാം നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. എസ്പെഷ്യലി അതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ, നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചു, നല്ല രീതിയിൽ ചെയ്തു. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം കാർപ്പൻറ്റേഴ്സിൻ്റെ കാര്യമാണ്. അവർ കുറേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല ഫർണിച്ചേഴ്സ് നല്ല രീതിയിൽ ശരിക്കും നല്ല ഒരു ഇതായിരുന്നു. എല്ലാ രീതിയിലും നല്ലതാണ് എങ്കിൽ പോലും വുഡ് വർക്കിൻ്റെ കാര്യത്തിൽ കാർപ്പൻറ്റേഴ്സ് എസ്പെഷ്യലി അവർ നന്നായി എല്ലാം ചെയ്തു. ഇതൊക്കെയാണ് ഉള്ളത്. എൻ്റെ പേര് മനീഷ് ലാൽ. ഞാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് മൈൻസ് ജിയോളജിസ്റ്റാണ്. അപ്പം ഇതെൻ്റെ വൈഫ് ആതിര, എൻ്റെ കുട്ടി ആദികേശ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ആണ് വീട്. മനീഷ എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. അപ്പം സിസ്റ്ററിൻ്റെ ഒരു ഡ്രീം ഹൗസ് ആയിരുന്നത്. അപ്പം വളരെ കൺസ്ട്രെയിൻസോട് എടുത്ത് അവർ നിർമ്മിച്ചൊരു വീടാണിത്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സ്വപ്നമായിരുന്നു എങ്ങനെ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അവരത് ഒരുപാട് റിസർച്ച് നടത്തി. അതിനുശേഷം അവർ സെലക്ട് ചെയ്തൊരു ബിൽഡേഴ്സാണിത്. അപ്പം എനിക്ക് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഇവർ ഒരു ക്വാളിറ്റിയിൽ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ടൈം ബൗണ്ടായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞ ടൈമിനകത്ത് ടൈം സ്റ്റിപ്പുലേറ്റഡ് ആയിട്ട് എല്ലാ വർക്കും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വുഡൻ തീമാണ്. വുഡൻ തീം എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വുഡിലാണ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട്. അപ്പം ഓവറോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ വളരെ എക്സലൻ്റ് ആണ്, സൂപ്പർബാണ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എലഗൻറ്റ് ലുക്കാണ്. പിന്നെ ഈവൻ സ്പേഷ്യസ് ആണ്. പിന്നെ ഫർണിച്ചേഴ്സ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്.